ഹായ്, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ നടന്ന ഒരു ചെറിയ കുഞ്ഞിൻ്റെ കൊലപാതകത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അത് ഞാനിതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സെൻസിറ്റീവായിട്ടുള്ള മനസ്സുള്ളവർ ഒരുപാട് ഉണ്ടാവും ഈ സമൂഹത്തിൽ. അതുകൊണ്ട് ആ വീഡിയോ ഞാനിതിൽ ചേർക്കുന്നില്ല. ആ വീഡിയോ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഞാനും അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഭർത്താവുമായി പിണങ്ങി വന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി തൻ്റെ 18 മാസമുള്ള കുഞ്ഞുമായി ഒരുമിച്ച് ജീവിക്കുകയാണ്. ശേഷം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? അക്കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വിരാജ് എന്ന് പറയുന്ന ഈ നരാധമൻ അല്ലെങ്കിൽ ഈ കഴിവറുടെ മോൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാനിവന് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഈ നമ്മൾ തലവെച്ച് കിടന്നുറങ്ങുന്ന തലയാണി നിലത്തടിക്കുന്ന പോലെ അടിച്ചങ്ങ് കൊല്ലുവാണ്. എങ്ങനെ മനസ്സ് വരുന്നടാ ഇവന് ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖം, ആ കുഞ്ഞുങ്ങളുടെ ചിരി, ആ കുഞ്ഞുങ്ങളുടെ നമ്മളോടുള്ളൊരു സ്നേഹപ്രകടനം, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാടങ്ങ് സമാധാനിക്കും, ഒരുപാട് റിലാക്സ് ആവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ, എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ക്രൂരമായിട്ട് ഞാൻ കൊല്ലും. നിങ്ങളിൽ ഒരാളാണ് ഞാനും. എനിക്കും വികാരങ്ങളും, എനിക്കും സങ്കടങ്ങളും, ദുഃഖങ്ങളും ഒക്കെ വരും. എൻ്റെ കയ്യിലെങ്ങനെ ഇവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ സത്യവും പറഞ്ഞ ക്രൂരമായിട്ട് തന്നെ ഞാൻ കൊല്ലും. ഒരു നിമിഷം പോലും പിന്നെ ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് പനവൂർ നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഇതുപോലൊരു വാർത്ത നടന്നു. ആ നരാധമൻ ആ കുഞ്ഞിനോട് എന്തൊക്കെ ചെയ്തു? ഒന്ന് വാവിട്ട് കരയാൻ പോലും ഉള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു ശക്തി ഇല്ലായിരുന്നു ആ കുഞ്ഞിന്. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. ഇതും അതുപോലെ തന്നെ വെറും 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. ഈ അർഷിത എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൽ 91 മുറിവുകളുണ്ട്. 91 മുറിവുകൾ. നെഞ്ചിലെ വാരിയൽ പൊട്ടിയിട്ടാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. അതിന് കൊല്ലാൻ വേണ്ടി ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതെത്ര മനസ്സിലാക്കിയാലും തീരില്ല. ആഴക്കടൽ പോലെയാണ് അമ്മ എന്ന ഒരു വാക്ക്. ആ അമ്മ എന്ന വാക്കിന് പ്രസക്തിയില്ലാതെ ആക്കിയ പെണ്ണാണവൾ. മൃഗം എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. കാരണം മൃഗം എന്ന് വിളിച്ചാൽ മൃഗവംശത്തിന് തന്നെ നാണക്കേടാണ്. ആരാ മൃഗം? മനുഷ്യൻ തന്നെയാണ് മൃഗം, ഇരുകാലിക മൃഗം. കാരണം മനുഷ്യന്മാർ ചെയ്യുന്ന അത്ര അന്യായം ഇതൊന്നും മൃഗങ്ങൾ ചെയ്യത്തില്ല. മൃഗങ്ങൾക്ക് കരുണയുണ്ട്. മനുഷ്യനും മൃഗത്തിനും തമ്മിലുള്ള വ്യത്യാസമാണിത്. കരുണ, നന്ദി ഇത് മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യനില്ല. അതുകൊണ്ടാണല്ലോ സകല അന്യായവും മനുഷ്യന്മാരിപ്പോൾ ചെയ്തു കൂട്ടുന്നത്. ലോകത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? എവിടെ പോയാൽ അന്യായവും കൊലപാതകവും അതും ഇതും അല്ലാണ്ട് ഒരു തേങ്ങാക്കൊലയും ഇല്ല. ഇതിനൊക്കെ എനിക്ക് പ്രതികരിക്കാൻ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല. കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറണം. ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംശയവുമില്ല. നമ്മുടെ കൺമുന്നിൽ നമ്മൾ തെറ്റ് കാണുമ്പോൾ സംസാരിക്കാതിരിക്കണം, മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഉള്ളതിനോട്? എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഇപ്പോൾ യു പിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
ഇവൻ ആ കുഞ്ഞിനെ നിലത്തടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാനിതിൽ ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ ഇതിൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എത്രയോ ദമ്പതിമാർ നമ്മുടെ നാട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതെ സങ്കടപ്പെട്ട് കരയുന്നവർ എൻ്റെ നാട്ടിലുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെയുണ്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. അവർക്കാർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നോടാ മോനെ നിനക്ക് ഈ കുഞ്ഞിനെ? അതിന് അത്രയും പൈശാചികമായിട്ട് അത്രയും ക്രൂരമായിട്ട് ആ കുഞ്ഞിനെ കൊല്ലണമായിരുന്നു. ഇവൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്കിലും അവളെന്താ ഈ കുഞ്ഞിനെ കൊടുത്തു വിട്ടിരിക്കുന്നു. അതവനോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. ഞാൻ ആരെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത്തരം ദുഷ്പ്രവൃത്തികളെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരിക്കലും ന്യായീകരിക്കുകയും അരുത്. അപ്പോൾ നമ്മുടെ സ്വാഭിമാനം എന്താവും? നമ്മുടെ അഭിമാനം, നമുക്ക് നിലയും വിലയുണ്ടല്ലോ. ഇതുപോലുള്ളവന്മാരൊക്കെ ജനങ്ങളുടെ മുന്നിലിട്ട് തന്നെ വെട്ടിക്കീറണം. അത് ഞാൻ പറയുകയാണെങ്കിൽ ആ കുഞ്ഞിനോട് എന്ത് ചെയ്തോ അതേപോലെ തന്നെ ഇവരെയും ചെയ്യണം. ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം, ഒരടിക്ക് മരിക്കാൻ പാടില്ല. ആ കുഞ്ഞിനോട് ഇവരെന്തൊക്കെ ചെയ്തോ അതേപോലെയൊക്കെ അവനോടും അങ്ങനെ ചെയ്യണം. നിയമം മാറണം. നിയമം മാറിയില്ലെങ്കിലേ ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നേരത്തെ ഞാനൊരു റീല് കണ്ടായിരുന്നു, അമ്മ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ആ കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ കുഞ്ഞ് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ജനിപ്പിക്കുന്നതിനാ, പിന്നെ ജന്മം കൊടുക്കുന്നതിനാ കുഞ്ഞിനെ? ആ കുഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ആ കുഞ്ഞ് നിങ്ങൾക്ക് ഭാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മത്തൊട്ടിൽ പോലുള്ള സംഗതികളുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് കൊടുത്തൂടെ? കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആർക്കെങ്കിലും അവർ വളർത്താൻ കൊടുക്കില്ലേ? അവരതിനെ പൊന്നുപോലെ നോക്കുമല്ലോ. ഇങ്ങനെ കൊന്നു കളയണോ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വരുന്ന കലിപ്പിനുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഈ ചെറു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ഉണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ ശരിക്കും? ജനങ്ങളുടെ മുന്നിലിട്ട് തന്നെ ശിക്ഷ ഇല്ലാതാക്കണം. ജനങ്ങളുടെ മുന്നിലിട്ട് തന്നെ ശിക്ഷ നടപ്പാക്കണം. സോറി, പറഞ്ഞ തെറ്റിപ്പോയി. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ട് ഈ നാട്ടിൽ? ആർക്കെങ്കിലും കൊടുത്തൂടെ ഈ കുഞ്ഞിനെ? ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുന്നു. എന്തിനു വേണ്ടി? ചിലർ കാമത്തിന് വേണ്ടി. ഇപ്പോൾ ഈ പറയുന്ന ഇവൻ എന്തിനാ ഈ യുപിയിൽ നടന്ന സംഭവം, അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവനെന്തിനാ കുഞ്ഞിനെ കൊന്നു? അവന് ഈ കുഞ്ഞിൻ്റെ തള്ളയുമായി പ്രണയബന്ധത്തിലായിരുന്നു അത്രേ. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കല്യാണത്തിന് കുഞ്ഞൊരു തടസ്സമാകുമല്ലോ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ചെയ്തതെന്നാണ് അവൻ പറഞ്ഞത്. സംഭവങ്ങളെല്ലാം മനസ്സിലെ CCTV ഫുട്ടേജൊക്കെ പോലീസിന് കിട്ടി. പോലീസ് ഇവനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ പോലീസിന് നേരെ വെടിയുതിർക്കുക. പോലീസിന് നേരെ ഇവൻ ഫയർ ചെയ്തു. പക്ഷെ പോലീസ് വിട്ടോ? ഇല്ല. ഇവൻ്റെ 2 കാലിനിട്ട് പണി കൊടുത്തു, 2 കാലിന് ഷൂട്ട് ചെയ്തു. ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇവൻ പറയുക, പാനി വെള്ളം വേണമെന്ന്. ഒരിറ്റ് വെള്ളം കൊടുത്തില്ല പോലീസുകാരും ഡോക്ടറും. കൊടുക്കരുത്. എന്തിനു കൊടുക്കണം? തൊണ്ടക്കുഴിയിലൂടെ ഒരൊറ്റ തുള്ളി വെള്ളം ഇറക്കാതെ അവൻ ചാവണം. ആ കുഞ്ഞിനോട് ചെയ്ത അനീതി. വേദനകളില്ലാത്ത ലോകത്ത്, ദുഃഖങ്ങളില്ലാത്ത ലോകത്ത് ആ കുഞ്ഞിപ്പോൾ യാത്രയായി. 2 പേരും, കേരളത്തിലും ഉത്തർപ്രദേശിലും 2 കുഞ്ഞുങ്ങളും വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. ഇതിന് ഞാൻ UP പോലീസിനെ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. കേസ് അധികം നീട്ടി മുന്നോട്ട് കൊണ്ടുപോകാതെ അവർ വേണ്ടുന്ന മരുന്ന് അവിടെ തന്നെ അവർ നടപ്പിലാക്കിയല്ലോ. വെടിവെച്ചില്ലേ, എൻകൗണ്ടർ ചെയ്ത് കൊന്നില്ലേ അവനെ? അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതുപോലെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നവരോട് ഒരു കണക്കിനും ഒരിറ്റ് പോലും ദയ കാണിക്കാൻ പാടില്ല. കൊന്നു കളയണം ഇങ്ങനെ തന്നെ.
നാട്ടിലെ നിയമം മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള അനീതികൾ ഇനിയും നടക്കും. മൃഗങ്ങളാണ് നാട്ടിലുള്ളത്. കാട്ടിലെ മൃഗങ്ങൾ നന്മയുള്ളതും നാട്ടിലെ മൃഗങ്ങൾ ക്രൂരരുമാണ്. കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മൃഗങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നന്ദിയില്ലായ്മ, സ്നേഹമില്ലായ്മ, കരുണയില്ലായ്മ. അത് കാട്ടിലുള്ള മൃഗങ്ങൾക്കുണ്ട്. കാട്ടിലുള്ള മൃഗങ്ങൾ ഒരിക്കലും മനുഷ്യനെ അങ്ങനത്തെ രീതിയിൽ ക്രൂരമായി ആക്രമിക്കില്ല. നാട്ടിലെ മൃഗം നമ്മൾ മനുഷ്യരാ. ആർക്കും ആരോടും ഒരു കരുണയുമില്ല, ഒരു ദയാദാക്ഷിണ്യവുമില്ല. ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ജാമ്യം 2 മാസത്തിനുള്ളിലോ 3 മാസത്തിനുള്ളിലോ കിട്ടും. നാട്ടിലിറങ്ങും, വിലസി നടക്കും. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ വാളാൽ തന്നെ അവൻ തീരുകയും ചെയ്യും. ഇത്രയും എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം പറയണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടുത്തെ നിയമം മാറണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റിലേക്ക് വരൂ.